രാജേന്ദ്ര മന്നാടിയാർ അല്ലേ? അതെ. എന്താ? എന്നെ അറിയോ? നീ തട്ടിക്കളിച്ച് ജീവിതം തകർത്ത മഞ്ജുവിനെ ഓർമ്മയുണ്ടോ? മഞ്ജുവിന്റെ ചേട്ടൻ? എന്താ ഇപ്പൊ നിനക്ക് ഓർമ്മയുണ്ടല്ലേടാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞു എന്നെ വിടും. വക്കീലാണ് പറയുന്നത്. കഷ്ടമായത് എന്നെ അടിക്കാനല്ല, ആ രാജേന്ദ്ര മന്നാടിയാരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നു. ആരാടാ ഞങ്ങളുടെ അനിയനെ തൊട്ടത്? തൊടുകയല്ല, തൊഴിച്ചോണ്ടിരിക്കുകയാണ് ആ വക്കീല്. എടാ, എവിടെയാ അവൻ? ഞങ്ങളുടെ അനിയനെ തൊട്ടവൻ എവിടെയാണ്? വക്കീലേ, എവിടെയാ അവൻ? ഇവിടെ വെച്ചായിരുന്നല്ലോ അത്. മന്നാടി ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടു. ഈ നോന്മാര് തല്ലി ചത്തോളും. പ്രേതവിചാരണയ്ക്ക് പോയാ മതി. പറയടാ, ആ സേതുരാമൻ എവിടെ? ഞാൻ പറയാം. ആണുങ്ങളായിട്ട് മീശയും വെച്ച് നടക്കുന്നു. ഞങ്ങളുടെയൊക്കെ പേരെടുത്ത തള്ളയാണെന്ന് കരുതിയാ വെതച്ചാളെ ഞാൻ. വീരേന്ദ്ര, വേണ്ട, ജീപ്പ് എടുക്കടാ. ഇങ്ങനെ അടിച്ചു മരിക്കാനാണ് മന്നാടിപുരത്തേക്ക് വന്നത്. അവനെ തിരയുകയായിരുന്നു ഇത്രയും കാലം. രാജേന്ദ്രന്റെ ചേട്ടന്മാരറിഞ്ഞാൽ? അറിയട്ടടി, അല്ലെ അറിയിപ്പിക്കും. കൈക്കരുത്ത് മന്നാടിയാന്മാർക്ക് മാത്രം സ്വന്തമല്ല, രണ്ടിലൊന്നിന്നറിയും. അങ്ങോട്ട് അടി കൊടുത്ത പാരമ്പര്യമേ ഉള്ളൂ മന്നാടിയന്മാർക്ക്. ആദ്യമായിട്ട് ഇളയാങ്ങൾ ആ പതിവ് തെറ്റിച്ചു. കേട്ടെ, അവൻ എന്നെ കൊന്നാലും എനിക്ക് പരാതിയൊന്നുമില്ലടി. ആർച്ചയ്ക്ക് ഇങ്ങനെ ഒരു ആങ്ങള ഉണ്ടായിപ്പോയല്ലോ. മന്നാടിയാന്മാരുടെ മാനം കപ്പല് കയറ്റി അയച്ച ഇവൻ ഈ കരയിൽ ഇനി ജീവിക്കണ്ടോ? പൊന്നണിന്റെ തൊട്ട് കളിക്കാൻ എവിടെ നിന്നാണ് ഇത്ര കരുത്ത്? എന്തിനാണ് അനിയനെ തല്ലിയത്? അവനോട് നിനക്ക് എന്താണ് ബന്ധം? പറയടാ. ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാണ്. നിങ്ങൾ ആരും ഇടപെടണ്ട. ഇടപെട്ടാൽ നീ എന്ത് ചെയ്യുമടാ? അവൻ ഞങ്ങളുടെ സ്വന്തം ചോരയാടാ, സ്വന്തം ചോര. അവസാനിപ്പിക്കണം. പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ചോരയാണെങ്കിൽ ഞാൻ പറയുന്നത് കേക്ക്. കേറിപ്പോകത്ത്. രാജേന്ദ്ര, അതെ, നിങ്ങളുടെ അനിയൻ രാജേന്ദ്ര മന്നാടിയാർ തന്നെയാ പറയുന്നത്. സേതുവിനോട് തെറ്റിയത് ഞാനാ. സേതുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതേ സംഭവിക്കൂ. തെളിച്ച് പറയടാ. ഞാൻ പറയാം. വല്യേട്ടാ, ഈ നിൽക്കുന്ന നമ്മുടെ ചെറിയ ആങ്ങളയ്ക്ക് ഇയാളുടെ അനിയത്തി പെണ്ണിനോട് പ്രേമമാ. ആ ഇഷ്ടം അറിഞ്ഞ ഉടനെ ഞാനാണ് അവളെ ജീപ്പ് പിടിച്ച് കൊല്ലാൻ നോക്കിയത്. നിർത്താൻ. എനിക്കിപ്പോഴും മഞ്ജുവിനെ ഇഷ്ടമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, മഞ്ജുവിന് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കൂ. ആരെതിർത്താലും ശരി. വല്യേട്ടാ, നോക്കി നിൽക്കാൻ രണ്ടിനെ പടി ഇറക്കി വിട്. മതി ഇയാളുടെയും പെങ്ങളുടെയും സേവനം ഇവിടെ. എനിക്ക് മതിയായിടി. ഈ മണ്ടന്മാരായ മൂന്നാളുമാരെ പറഞ്ഞനുസരിപ്പിക്കുന്ന പോലെ ലോകത്തുള്ള എല്ലാ ആണുങ്ങളുടെയും മേക്കിട്ട് കയറാവുന്ന നിനക്കൊരു ധാരണയുണ്ട്. പക്ഷെ സേതുരാമനോട് അത് വേണ്ടടി. നീ വാ. നിക്ക്. പണ്ടൊരു തീരുമാനമെടുക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി. ഇപ്പൊ ഈ നിമിഷം ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു. നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ വരാൻ തയ്യാർ. നിർത്താൻ. നീ വരണ്ടടാ. നിനക്കൊന്നും ഭാര്യമാരുടെ കൂടെ ജീവിക്കാനുള്ള യോഗമില്ല. ഈ നിൽക്കുന്ന മൂദേവിയുടെ കൽപ്പനകൾ അനുസരിച്ച് കൂലിത്തല്ലുകാരായി മരിക്കാനാണ് നിന്റെയൊക്കെ വിധി. ഏട്ടന്മാരുടെ 3 ഭാര്യമാരെ നാട് കടത്തിയ മഹാറാണിയുടെ വീട്ടിലേക്ക് എന്റെ പെങ്ങളെ ഞാൻ പറഞ്ഞു വിടില്ലടാ. തന്നെ എനിക്കറിയാം. താൻ നല്ല ഐശ്വര്യമുള്ള വക്കീലല്ലേ. താൻ എന്നവിടെ കാലുകുത്തിയോ അന്ന് മുതൽ ആ മന്നാടിയാന്മാർ മുടിയാൻ തുടങ്ങി. കുളം കലക്കിയ നിലയ്ക്ക് പറ്റിച്ച് മണ്ണിട്ട് മൂടിയിട്ട് ഇറങ്ങി പോതാ മതിയായിരുന്നില്ലേ ആങ്ങളയ്ക്കും? മഞ്ജു എങ്ങോട്ടും പോകുന്നില്ല. ഈ മന്നാടിപുരം മണ്ണ് ഈ രാജേന്ദ്ര മന്നാടിയാർക്കും കൂടി അവകാശപ്പെട്ടതാ. മഞ്ജു പോകണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. അവളുടെ ചേട്ടൻ സേതു. അതെ, സേതു തന്നെയാണ് പറയുന്നത്. 3 മന്നാടിയാന്മാരുടെ എടുത്തിയാട്ടക്കാരിയായ ഒരു പെങ്ങളുടെ തൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരുത്തനെ എന്റെ പെങ്ങൾക്ക് വേണ്ട. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ മന്നാടിപുരം മണ്ണിൽ വെച്ച് 4 ആൾ കാണുക ഇവളുടെ കഴുത്തിൽ താലി കെട്ടാമോ? വെല്ലേട്ടൻ, എവിടെന്നോ വന്നൊരു പെൺ നമ്മുടെ കുടുംബത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചിറങ്ങി പോയവനാ നീ. മോനെ,
നാട്ടുകാരുടെ മുൻപിൽ ഈ വെള്ളിയേട്ടനെ നാണം കെടുത്തരുത്. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് നീ നശിപ്പിക്കരുത്. മന്നാടിയാമാരുടെ കല്യാണം മന്നാടി വീടിന്റെ മുറ്റത്താ. വാ, അവളെ വിളിച്ചോ. പക്ഷെ ആ കല്യാണ പന്തലിൽ എന്റെ അനിയമായിരിക്കില്ല. മന്നാടി ചന്തേന്ന് പ്രതാപം കാട്ടി വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചരക്കല്ല എന്റെ പെങ്ങള്. നിന്റെ പെങ്ങൾ ആരടാ? അപ്സരസോ? അതെ, നിങ്ങളുടെ അനിയൻ താലി കെട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരണം. ഒരു മാറ്റ കല്യാണത്തിന് തയ്യാറാണോ? നീ എന്താ ചോദിച്ചെന്ന് നിനക്കറിയോ? ഞങ്ങളുടെ കരളാവ് 24 മണിക്കൂർ സമയം തരുന്നു. ആലോചിച്ച് പറഞ്ഞാ മതി. അതുവരെ ഈ താലി എന്റെ പെങ്ങളുടെ കഴുത്തിൽ നിങ്ങളുടെ അനിയൻ കെട്ടില്ല. അതുപോലെ ഓ ചെന്ന് ചോദിക്ക് സമ്മതമാണോന്ന്. കലക്കി വക്കീലെ, കലക്കി. ഇവന്മാരാണങ്ങളെ കണ്ടുമുട്ടിയത് ഇപ്പോഴാ. സമ്മതിച്ചിരിക്കുന്നു. മാറ്റ കല്യാണത്തിന് ആർച്ച സമ്മതിച്ചിരിക്കുന്നു. എന്താ ആർച്ചേ നീ പറയണേ? അതെ വല്യേട്ടാ, എവിടെ നിന്നോ വന്ന ഒരു വക്കീലും അവന്റെ അനുജത്തെയും കൂടി മന്നാടിയാർ കുലം അടിച്ചു പിരിച്ചു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. എങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ല ഈ ആർച്ച. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീ പറ. നിനക്ക് വേണ്ടി ഞങ്ങൾ എന്തനുസരിക്കാം. അവൻ ഒരിക്കലും നമ്മുടെ മുമ്പിൽ ജയിക്കരുത്. അയാൾ പറഞ്ഞ എന്തിനും ആർച്ച തയ്യാർ. 2 കല്യാണവും ഒരേ പന്തലിൽ നടക്കട്ടെ. ശരി. ആ പെൻഷൻ ആയല്ലേ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അമ്മാവൻ ഇവിടെ നിൽക്കാണോ? അകത്ത് അന്വേഷിക്കുന്നു. ചെന്നാട്ടെ. എവിടൊക്കെ അന്വേഷിച്ചവര്? മുഹൂർത്ത സമയമായി. ഇല്ലെന്നേ, ഇനി സമയമുണ്ട്. നമ്മുടെ ആൾക്കാരെ കാണുന്നില്ലല്ലോ. ആര്? പോലീസുകാരാ? പോലീസുകാരല്ലെന്ന്, പിന്നെ ആ ഇടിവണ്ടികളെ. ഇടിവണ്ടിയാ? ആർച്ചയെ ഒതുക്കാൻ വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഇടിവണ്ടികൾ. ഗജേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ പുഷ്പവല്ലി, വീരേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ ലീലാമണി, നരേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ തിലോത്തമ. പാമ്പിൻ കൂട്ടിലേക്ക് കീരികൾക്ക് സ്വാഗതം. അകത്തേക്ക് പോകാൻ പറ്റില്ല. ഭർത്താക്കന്മാരെ കാണാമെന്ന് ഞങ്ങളെ തടുക്കാൻ നീ ആരാടോ ചൂല്? എന്നെ കൊണ്ട് ബലം പ്രയോഗിപ്പിക്കരുത്. ഈ ആശു പോലെ ഇരിക്കുന്ന താനാണോ ബലം പ്രയോഗിക്കുന്നത്? ചുരുട്ടിക്കുട്ടി പറഞ്ഞിട്ട് ഞങ്ങള് പറ്റില്ല. ഇതെന്റെ ആൾക്കാരാണ്. ചെണ്ടക്കാർക്ക് ചായ കൊടുക്കൂ. ചെണ്ടക്കാർ മണ്ഡപത്തിലുണ്ടല്ലോ. മണ്ടത്തരം പറയാതെ വേണ്ടത് ചെയ്യൂ. ഓ, എന്റെ കണ്ടക ശരി. ഈ ചെണ്ട അങ്ങോട്ട് കയറി വിട്. ചേച്ചി ചേച്ചി. അയ്യോ, അയ്യോ, നമ്മുടെ ഒരു കോലം കണ്ടില്ലേ? ചേട്ടാ, ചേട്ടൻ ചടച്ച് ചടച്ച് ചരട് പോലെയായി. അയ്യോ എന്റെ ചേട്ടാ, എന്നെ കാണാണ്ട് ചേട്ടന്റെ തല മുഴുവൻ മൊട്ടയായി പോയല്ലോ ചേട്ടാ. അയ്യോ. അപ്പൊ ചടങ്ങ് തുടങ്ങാം. കൊട്ട്. ഇനി മന്നാടിയാർ പെണ്ണിന്റെ കെട്ട്. പെണ്ണ് വരട്ടെ. തോറ്റ് തൊപ്പിയിട്ടില്ലേടി ഉണ്ണിയാർച്ചേ? എവിടെ പോയി നിന്റെ മൂച്ച്? നാലാൾ കാണുക നിന്നെ ഈ വേഷത്തിൽ ഇവിടെ ഇരുത്തിയില്ലെങ്കിൽ ഈ സേതുരാമൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടി? താലി കെട്ടരുത്. ചതി, കൊലച്ചതി. സേതുരാമ, ആർച്ചാനെ വേറൊരുത്തൻ കെട്ടിയതാടാ. ഇവള് വേറൊരുത്തന്റെ ഭാര്യ. ഓക്കേ, വല്ലവന്റെ ഭാര്യയെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത് തെറ്റ് ചെയ്യുന്നത് ഇവളാ. ഇവളോട് ചോദിക്ക്, എന്നോട് നിങ്ങളോട് എന്തിനീ ചതിയെന്ന്. നാട് വിറപ്പിക്കുന്ന മന്നാടിയാന്മാരുടെ പുന്നാര പെങ്ങളല്ലേ ഇവള്? പറയട്ടെ, ആ ഫോട്ടോയിൽ കാണുന്നത് ആരാണെന്ന്. മോളെ ആർച്ചേ, ചേട്ടൻ ഈ കേട്ടത് നേരാണോ? പറമോളെ പറ. ആരുടെ മുമ്പിൽ തലകുനിക്കാത്തവരാണ് നിന്റെ ആങ്ങളമാര്? പറ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. പറയില്ല, അവൾക്ക് പറയാൻ പറ്റില്ല. പറയടി, എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? ചിലപ്പോ ആരാണെന്ന് ഇവൾക്ക് സംശയം കാണും. രഹസ്യക്കാർ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ സംശയം തീർച്ചയായിട്ടും കാണും. എടാ സേതു, വിടണോ? അതെ,
സേതു തന്നെ, ചെങ്കോട്ട വീട്ടിൽ സേതുരാമൻ. ഇവൾ എന്ത് വിചാരിച്ചു? വല്ലവന്റെ എച്ചിൽ നിന്ന പട്ടിയാണ് ഞാനെന്നോ? നിങ്ങൾ വലിയ മന്നാടിയന്മാരല്ലേ? നാണമാവുന്നുണ്ടെങ്കിൽ കൊത്തിയെറിഞ്ഞ് മന്നാടിപ്പുഴയിൽ ഒഴുക്കിവളെ. വേണ്ട, കൊല്ലണ്ട. മൂത്ത് നിരച്ച് ഇവള് തന്നെ അനുഭവിക്കട്ടെ ഇവള് ചെയ്ത തെറ്റിന്റെ ഫലം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ മന്നാടിപുരത്തെ പൂരം.